ആറുപേരിലൂടെ ജീവിക്കുന്ന നവോമി ഇനി ജന്മനാടായ വടക്കാഞ്ചേരിയിൽ അന്ത്യവിശ്രമം. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയത്തിലെ സെമിത്തേരിയിൽ മൃതദേഹം അടക്കം ചെയ്തു. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെ വാഹനാപകടത്തിൽ പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 23-കാരി നവോമിയുടെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവൻ നൽകും. നവോമിയുടെ 2 വൃക്കകളും കരളും ഹൃദയവാൽവും 2 നേത്രപടലങ്ങളുമാണ് കേസ് ഓട്ടോ വഴി ദാനം ചെയ്തത്. ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലും 1 വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിലും ചികിത്സയിലുള്ള രോഗികൾക്കുമാണ് നൽകിയത്. ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്കാണ് ഹൃദയവാൽവ് നൽകിയത്. നേത്രപടലങ്ങൾ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിലേക്കും കൈമാറി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വടക്കാഞ്ചേരി പുല്ലാനിക്കാട് താമസിക്കുന്ന നവോമി അമ്മയ്ക്കും സഹോദരനുമൊപ്പം തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയത്. കൊട്ടാരക്കര വാളകത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ലോറിയിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ നവോമിക്കും അമ്മ ജിപ്സി തങ്കച്ചനും അനുജൻ ജോയൽ വിൽസന്റിനും ഗുരുതരമായ പരിക്കേറ്റു. 3 പേരെയും ആദ്യം കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഞായറാഴ്ച രാവിലെ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. അവയവദാനത്തിന് തീരുമാനമെടുത്ത നവോമിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഖോ താരമായിരുന്ന നവോമി ഖോ എന്ന മലയാള സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, 24 മണിക്കൂറും ആംബുലൻസ് സർവീസ്, ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 8547024222. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.